പുതുവത്സരാഘോഷങ്ങൾക്ക് കൂടുതൽ തയ്യാറെടുപ്പുകളുമായി പോലീസും ജില്ലാ ഭരണകൂടവും. പുതുവത്സര ദിനത്തിൽ കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലെ ഗതാഗത തിരക്കുകൾ നിയന്ത്രിക്കാനായുള്ള നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, കൊച്ചി മേയർ മിനിമോൾ, സബ് കളക്ടർ എന്നിവർ പങ്കെടുത്തു. ഫോർട്ട് കൊച്ചി പിന്നെ നഗരത്തിലുള്ള മറ്റുള്ള പ്രമുഖമായിട്ടുള്ള സ്ഥലങ്ങളിൽ വിപുലമായിട്ടുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഉണ്ടായിരിക്കും. 31st മിഡ് നൈറ്റും പിന്നെ ഫസ്റ്റ് ഈ 2 ദിവസങ്ങളിൽ വിപുലമായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരിക്കും. സോ താങ്കൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കൊച്ചിൻ കാർണിവൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഫോർട്ട് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത് ഓൺ 31st ഡിസംബർ. അതനുബന്ധിച്ചുള്ള പെരേഡ് ഗ്രൗണ്ടിലാണ് ഈ പ്രാവശ്യത്തെ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ലാതെ വേലി ഗ്രൗണ്ടിലും പിന്നെ മറ്റുള്ള സ്ഥലത്തിലും പപ്പാഞ്ചി കത്തിക്കുന്ന ഒരു ചടങ്ങ് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് കൂടെ നടക്കുന്നതായിരിക്കും. മെയിൻ വെന്യൂ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് പെരേഡ് ഗ്രൗണ്ടിൽ തന്നെയാണ്. സബ് കളക്ടർ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ ഹെഡ് ആയതുകൊണ്ട് പല മീറ്റിംഗ്സും എടുത്തിട്ടുണ്ട്. ഒരു നല്ല കോർഡിനേഷൻ വന്നിട്ടുണ്ട്. അതല്ലാതെ എൻ്റെ ജില്ലാ കളക്ടർ നിലയിൽ ഐ ഹാവ് ഓൾസോ കണ്ടക്റ്റഡ് സെവറൽ മീറ്റിംഗ്സ്. ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസുടെ ബന്ദോബസ്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കമ്മീഷണർ സർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ട്രാഫിക് റെഗുലേഷൻസ് എന്താണ്, സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തെല്ലാം എടുത്തിട്ടുണ്ട് എന്ന കാര്യങ്ങളും. പിന്നെ അതല്ലാതെ കൊച്ചിൻ കോർപ്പറേഷൻ പല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. ക്ലീനിങ്ങും പിന്നെ ബയോ ടോയ്ലറ്റ്സ് ഒരുക്കുന്നതും പിന്നെ മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊച്ചിൻ കോർപ്പറേഷനുടെ ഭാഗം എടുത്തിട്ടുണ്ട്. കൊച്ചിൻ കോർപ്പറേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഹോണറബിൾ മേയർ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് മെഡിക്കൽ ടീംസ് വെക്കുന്നതായിരിക്കും. KSRTC പിന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ട്. പിന്നെ PWD ബിൽഡിങ്സും PWD ഇലക്ട്രിക്കൽസുടെ ചില ഇൻസ്പെക്ഷൻസ് ഉണ്ട്. അതല്ലാതെ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള KSEB പിന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു പങ്കാളിത്തം ഇതിലുണ്ട്. RTO പിന്നെ കാർണിവൽ കമ്മിറ്റി ആൻഡ് കേരള സ്റ്റേറ്റ് ഇൻലാൻഡ് നാവിഗേഷൻ കമ്പനി, വാട്ടർ മെട്രോ ഇവരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒരു ഇൻസിഡൻറ്റ് ഇല്ലാതെ നന്നായിട്ട് പോകാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തിൽ തന്നെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതൊക്കെ ഉറക്കങ്ങൾ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. So I humbly request that your new year that we adhere to all the safety precautions and എല്ലാവർക്കും ഒരു നല്ല ന്യൂ ഇയർ ആവട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ട് ബഹുമാനപ്പെട്ട കമ്മീഷണർ സാറിനെ സംസാരിക്കാൻ വിളിക്കുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്ത പോലെ തന്നെ വളരെ നല്ല രീതിയിൽ എല്ലാ പോലീസിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ ഈ വർഷം കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാഡം പറഞ്ഞ പോലെ നമുക്ക് ഫോർട്ട് കൊച്ചി ഭാഗത്ത് മാത്രമല്ല സിറ്റി മുഴുവൻ അതുപോലെ തന്നെ എറണാകുളത്ത് ജില്ല മുഴുവൻ പലയിടത്ത് വിപുലമായ ഒരു ആഘോഷ പരിപാടികൾ എല്ലാ ആൾക്കാർ നടത്തുന്നുണ്ട്. ഒരാഴ്ച 10 ദിവസമായിട്ട് കേരളത്തിൽ ആഘോഷത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ഇതുവരെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1200ഓളം പോലീസുകാർ ഉൾപ്പെടെ ഒരു 28 ഇൻസ്പെക്ടേഴ്സ് 13 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നമ്മൾ ഒരു വിപുലമായ പോലീസ് ബന്ദോബസ്ത് സ്കീം തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ പോവുകയാണ് 31-ാം തീയതി രാത്രിക്ക്. ഇതിനകത്ത് നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ക്രൗഡ് കൺട്രോൾ, 2 പബ്ലിക് സേഫ്റ്റി, 3-ാമത്തത് ട്രാഫിക് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം പോലെ നമ്മൾ കുറേ ട്രാഫിക് ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഫോർട്ട് കൊച്ചി മെയിൻ പ്രധാന സ്ഥലം വേലി ഗ്രൗണ്ട്, പരേഡ് ഗ്രൗണ്ട് അടുത്ത് എല്ലാ പാർക്കിംഗ് നിരോധിച്ചതാണ്. അവിടെ നോ പാർക്കിംഗ് സോണായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. 2-ാമത്തത് അന്നത്തെ ദിവസം 2 മണി കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടത്തില്ല. അവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ, അവിടെ റെസിഡൻസ് ആയാലും അല്ലെങ്കിൽ അവിടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന ടൂറിസ്റ്റ് ആയാലും 2 മണിക്ക് മുമ്പായിട്ട് തന്നെ ആ സ്ഥലത്തേക്ക് അവരുടെ വാഹനങ്ങൾ എത്തിച്ചിട്ട് അവിടെ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. നമുക്ക് ഇത് നല്ല രീതിയിൽ നടത്താൻ കുറച്ചുകൂടി അവരുടെ കോഓപ്പറേഷൻ ആവശ്യമുണ്ടാവും. അന്നത്തെ ദിവസം അവിടെ സ്ഥാനികമായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാ വാഹനങ്ങൾ റോഡിൽ ഇടാൻ പാടില്ല. അതെല്ലാം നമ്മൾ പല പാർക്കിംഗ് ഗ്രൗണ്ട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അവരുടെ വാഹനങ്ങളെല്ലാം മാറ്റണം.
രണ്ടാമത്തത് റോറോ ജെട്ടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ വൈപ്പിൻ ഭാഗത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 4 മണി വരെ മാത്രമേ നമ്മൾ വാഹനങ്ങൾ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 7 മണി വരെ മാത്രമേ ആൾക്കാരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് ഓൺലി പുറത്തേക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ റോറോ ജെട്ടിയുടെ സൗകര്യം ഉണ്ടാവും. നെക്സ്റ്റ് ഉച്ചക്ക് 2 മണി കഴിഞ്ഞിട്ട് അവിടെ ട്രാഫിക്കിൻ്റെ ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും. 2 മണി കഴിഞ്ഞിട്ട് അവിടുത്തെ തിരക്കനുസരിച്ച് അവിടെ വാഹനങ്ങളുടെ വരവനുസരിച്ച് നമ്മൾ അതിൻ്റെ ക്രമീകരണങ്ങളുണ്ടാവും. സോ മിക്കവാറും ആൾക്കാർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. സിറ്റിയിലെ പല ഭാഗങ്ങളിൽ പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് മേ ബി മെട്രോ ട്രെയിനോ അല്ലെങ്കിൽ പബ്ലിക് ബസ്സസിൻ്റെ സൗകര്യം ഉപയോഗിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അവർക്ക് സൗകര്യമായിരിക്കും. നെക്സ്റ്റ് ബസ്സസ്, ആൾക്കാർ അവിടെ നിന്ന് 12 മണിക്കൂറുള്ള പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി മതിയായിട്ടുള്ള KSRTCയും പ്രൈവറ്റ് ബസ്സുകളുടെ ട്രിപ്സ് നമ്മളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് ആൾക്കാർ ഉപയോഗിക്കാം. അടുത്തത് ഇതെല്ലാം സെക്യൂർ മേഖല ആയതുകൊണ്ട് അവിടെ ഡ്രോൺ നിരോധിച്ചതാണ്. അപ്പോൾ ആരെങ്കിലും ഡ്രോൺ പറിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിനകത്ത് നിയമ നടപടികൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഡ്രോൺ അവിടെ യൂസ് ചെയ്യണമെങ്കിൽ അതൊക്കെ റെഡ് സോണാണ്. നമ്മുടെ സ്കൈൻ്റെ ഒരു നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ ആരും ഡ്രോൺ പറിക്കാൻ പാടില്ല. ഉപയോഗിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു പെർമിഷൻസ് എടുത്തിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് ആവശ്യത്തിന് നമുക്ക് ഫയർഫോഴ്സിൻ്റെയും മെഡിക്കൽ ടീംസിൻ്റെ സജ്ജീകരണം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ലൈറ്റിംഗ് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ ഉള്ള മെയിൻ ലൈറ്റിംഗ് ജനറേറ്റർ ബാക്കപ്പ് കൂടെ വെക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. ബസ് സർവീസുകൾ 2 ഭാഗത്താണ്. ഒന്ന് വൈപ്പിൻ ഭാഗത്ത്, രണ്ടാമത്തത് നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മറ്റ് സിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അതൊക്കെ രാത്രി മതിയായ ബസ് സർവീസുകൾ ഉണ്ടാവും. അതിനാവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഇപ്പോൾ വൈപ്പിൻ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് 4 മണി കഴിഞ്ഞാൽ ഈ അവിടെ ജംഗ്ഷനിൽ നിന്ന് കാലുമുക്ക് ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് വാഹനങ്ങൾ വരത്തില്ല ജെട്ടിയിലേക്ക്. ആ വാഹനങ്ങളെല്ലാം അവർ പുതുവൈപ്പ് ഭാഗത്തേക്ക് ഉള്ള റോഡിലെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വേണം അവർ ആ ഭാഗത്തേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ ഈ നമ്മളൊരു 28ഓളം പാർക്കിംഗ് സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ആ പാർക്കിംഗ് സ്ഥലങ്ങളെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ BOT പാലത്തിനടുത്ത് നിന്ന് തോപ്പുംപടി ഭാഗത്ത് നിന്ന് നമ്മൾ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യും. ഇനി അങ്ങോട്ടേക്ക് വാഹനങ്ങൾ വിടത്തില്ല. സോ ജനങ്ങൾ അവിടെ വരുന്ന ആൾക്കാർ കൂടെ രാത്രി സമയത്ത് ഒത്തിരി തിരക്കുണ്ടാവും. അതുകൊണ്ട് ചെറിയ കൊച്ചു കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേക ശ്രദ്ധ എടുക്കണം. മറ്റ് വാഹനങ്ങൾ ആയിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് കഴിഞ്ഞ വർഷം ഏത് സ്ഥലത്താണോ പാർക്കിംഗ് ചെയ്തതെന്ന് അറിയാതെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് വണ്ടി കാണാത്ത കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് അവർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരിച്ച് അവർ വണ്ടി എടുത്തിട്ട് പോകാം. എക്സാക്ട്ലി 12 o'clock ആയ ശേഷം പെട്ടെന്ന് പോവേണ്ട ആവശ്യമില്ല. സോ ഒരു 2-2:30 വരെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടായിരിക്കും. റോറോ ആവട്ടെ ഇതാവട്ടെ. സോ പതുക്കെ പോകുന്നത് ബെറ്ററാണ്. സോ നോ നീഡ് ടു പാനിക് ആൻഡ് വറി ആൻഡ് എല്ലാ 12 മണിക്ക് തന്നെ തിരിച്ചു പോകണമെന്നില്ല. ഒരു 2-3 മണി വരെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടായിരിക്കും. midnight 2 to 3 വരെ. സോ പതുക്കെ പോകുന്നത് ബെറ്റർ ആയിരിക്കും. സമയം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മെട്രോ റെയിൽ രാത്രി 2 മണി വരെ ഉണ്ടാവും. വാട്ടർ മെട്രോയുടെ സേവനങ്ങൾ രാവിലെ പുലർച്ചെ 4 മണി. അത് ആവശ്യത്തിനനുസരിച്ച് അതിന് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കൊച്ചി മെട്രോയുടെ ഫീഡർ ബസ്സസ് ഉണ്ട്. ഷട്ടിൽ സർവീസസ് നടത്തുന്ന ബസ്സസ് അത് ലഭ്യമാവും. സോ അതിൻ്റെ സേവനങ്ങൾ എല്ലാവരും ആ സമയത്ത് ഉപയോഗിക്കും. ഇതിൽ മനസ്സിലാക്കേണ്ടത് അകത്ത് വരാൻ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ പുറത്തു പോവാൻ പ്രശ്നമില്ല. നമസ്കാരം. ഓണറബിൾ കളക്ടർ, കമ്മീഷണർ, സബ് കളക്ടർ, പ്രിയപ്പെട്ടവരെ, 2026 ഒരു നല്ല പുതുവത്സരമായിട്ട്
നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ അഡ്മിനിസ്ട്രേഷനും പോലീസും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് എടുത്തിരിക്കുന്ന ക്രമീകരണങ്ങൾ. ആ ക്രമീകരണങ്ങൾ എല്ലാവരും കൃത്യമായി പാലിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ ഒരു കൃത്യമായ ഒരു സഹകരണം ഇതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. പല സ്ഥലത്തും നമ്മൾ കാർണിവലിനോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി കാർണിവൽ ഏറെ പൈതൃകമായിട്ട് നടന്നു വരുന്നതാണ്, പ്രസക്തമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ 2 സ്ഥലത്ത് പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലും നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. പള്ളുരുത്തിയിലുണ്ട്, തൃക്കാക്കരയിലുണ്ട്. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പല കാര്യങ്ങൾ നമ്മൾ ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെ വരാതെ പല സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം, അതനുസരിച്ച് സഹകരിക്കണം. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുമായിട്ടൊന്നും ആ തിരക്കിലേക്ക് വരാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. നമ്മൾ ഈ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ അവിടെ ആ ട്രീ ലൈറ്റ് ഓൺ സമയത്ത് തന്നെ ഉണ്ടായ തിക്കും തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. 4 മണിക്ക് ശേഷം വാഹനങ്ങൾ ഒട്ടും തന്നെ നമുക്ക് അങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് പോലീസ് നിയന്ത്രിക്കുമ്പോൾ അവരോടൊട്ട് സഹകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ കൊച്ചിൻ കോളേജിൽ നിന്നാണ് നമ്മൾ പ്രൈവറ്റ് ബസ്സുകളും KSRTC അടക്കമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒറ്റയടിക്ക് 12 മണിക്ക് പാപ്പായെ കത്തിച്ചതിന് ശേഷം നമ്മൾ പരിപാടികൾ ക്ലോസ് ചെയ്യുന്നില്ല. DJ അടക്കമുള്ള മറ്റു കലാപരിപാടികൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സമയമെടുത്ത് കുറേശ്ശെയായി പബ്ലിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടാവണം. ഒരു തിക്കും തിരക്കും ഒന്നും കൂട്ടാതെ സമാധാനപരമായി സന്തോഷമായി നമുക്ക് ഈ ന്യൂ ഇയറിനെ വരവേൽക്കാമെന്ന് മാത്രമാണ് കൊച്ചിയുടെ മേയർ എന്ന നിലക്ക് നിങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ മീഡിയ കഴിയുന്നത്ര സഹകരിക്കണം ഇക്കാര്യങ്ങൾ. പ്രാവശ്യം ട്രെയിനിലൊക്കെ മലപ്പുറത്തുനിന്നും മറ്റു പല സ്ഥലത്തു നിന്നൊക്കെയാണ് മറ്റു ജില്ലകളിൽ നിന്നൊക്കെയാണ് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കൊച്ചിൻ കാർണിവലിനെ കുറിച്ച് അല്ലെങ്കിൽ 31-ാം തീയതി രാത്രിയിലെ പരിപാടിയെക്കുറിച്ച് വലിയ പ്രചരണമാണ് ഇപ്പോഴേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ പ്രദേശമാണെന്നൊരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കൊച്ചി കാർണിവൽ ഫോർട്ട് കൊച്ചി ആസ് വെൽ ആസ് എറണാകുളം വേണ്ടി വളരെ പ്രശസ്തമായി തന്നെ ഒരു ഉത്സവമാണ്. അതിനുവേണ്ടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൂടിയിട്ട് നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. പരേഡ് ഗ്രൗണ്ട് ആസ് വെൽ ആസ് വെളി ഗ്രൗണ്ടിൽ കൂടെ ഉള്ള ടോയ്ലറ്റ്സ്, ഫയർ എസ്കേപ്പ് സിസ്റ്റംസ്, കോർഡിനേഷൻ സെൻറ്റർ, പോലീസ് എയ്ഡ് പോസ്റ്റ്, അതിനുവേണ്ടി ഉള്ള എല്ലാ സൈൻ ബോർഡ്സ് കൂടെ വെച്ചിട്ടുണ്ട്. അവിടെ ഫയർ ടെൻഡേഴ്സ് ഉണ്ട്, ആംബുലൻസസ് ഉണ്ട്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കൂടെ അവിടെ ഉള്ള ആ എയ്ഡ് പോസ്റ്റ്ക്ക് പോയിട്ട് പറയുമ്പോൾ അവർ സഹായിക്കും. ബാക്കി എല്ലാവരും പറയുന്ന പോലെ വെഹിക്കിൾസ് വിൽ ബി റെസ്ട്രിക്റ്റഡ്, പാർക്കിംഗ് സ്പേസ് റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഇതിനു വേണ്ടി എല്ലാവരും സഹായിക്കുമ്പോൾ വി ക്യാൻ മേക്ക് ഇറ്റ് വെരി പീസ്ഫുൾ ആൻഡ് 2026 ഹാപ്പിലി എല്ലാവർക്കും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി, വേലി ഗ്രൗണ്ട് അതിൻ്റെ ചുറ്റുമുള്ള റോഡ്സിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ശരിക്ക് 1,20,000 വരെ ഉണ്ടാവും, നോർമൽ ജനറൽ ഫ്ലോട്ടിങ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഈ 2 ഗ്രൗണ്ട്സിലോ ഉള്ളത് കൊണ്ട് ആൾക്കാർ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 1.5-2 ലക്ഷം വരെ ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ഓൾസോ പോലീസിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു 80% ജനങ്ങൾ നിറച്ച ശേഷം വിൽ ബ്ലോക്ക്. ഓക്കെ, മീൻസ് ലൈക്ക് 2 മണി മുതൽ നമ്മൾ എല്ലാ ക്രമീകരണങ്ങളും തുടങ്ങും. സോ ഏറ്റവും അകത്തുള്ള പാർക്കിങ്സ്, നിയർ ബൈ പാർക്കിങ്സ് ആദ്യം ഫിൽ ചെയ്ത് തുടങ്ങും. പുറത്തേക്ക് ആണ് നമ്മൾ അടുത്ത് ഫിൽ ചെയ്ത് പോകുന്നത്. ഒരു പ്രാവശ്യം പാർക്കിംഗ് സ്പേസ് എല്ലാം കഴിഞ്ഞു എന്ന് മനസ്സിലായാൽ നമ്മൾ പുറത്തുനിന്ന് ഡൈവേർഷൻ കൊടുക്കും. ഇനി അങ്ങോട്ടേക്ക് വാഹനങ്ങൾ എൻട്രി കൊടുക്കില്ല. അതുപോലെ തന്നെ KSRTC മറ്റ് പ്രൈവറ്റ് ബസ്സുകൾ വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് നമ്മൾ ഫോർട്ട് കൊച്ചി വേലി ഭാഗത്തേക്ക് അനുവദിക്കുന്നത്. 5 മണി കഴിഞ്ഞിട്ട് ബസ്സുകളെല്ലാം ഈ കൊച്ചി കോളേജ് അവിടേക്ക് മാത്രമേ ഉണ്ടാവൂ. അവിടെ നിന്ന് തിരിച്ചു പോകും. സോ കൊച്ചി കോളേജിലാണ് ആൾക്കാർ ഇറക്കാൻ പോകുന്നത്. അവിടെ നിന്ന് ആൾക്കാരെല്ലാവരും നടന്നു വരണം. എന്തെങ്കിലും അതിക്രമങ്ങളോ മറ്റോ ഇല്ലാതിരിക്കാൻ വേണ്ടി മറ്റ് ഇതുപോലെ ഡ്രഗ്സിൻ്റെ സെയിലോ മറ്റോ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ ഡാൻസ് ഓഫ് ടീമിനെയും മഫ്റ്റിയിലെ പോലീസുകാരെയും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അവരുടെ എന്തെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ നടപടിയെടുക്കും. നഗരത്തിലെ മറ്റ് സ്ഥലത്ത് നമ്മുടെ കൊച്ചി സിറ്റിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 3000 പോലീസുകാരാണ്.
മറ്റ് സ്ഥലത്ത് ഈ 1200 അല്ലാത്ത ബാക്കി ആൾക്കാരെ നമ്മൾ മറ്റെല്ലാ സ്ഥലത്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞ പോലെ നമുക്ക് പള്ളുരുത്തിയിൽ പാപ്പാഞ്ചിയുടെ കത്തിക്കുന്നുണ്ട്, മറ്റ് തൃക്കാക്കരലുണ്ട്. സോ അവിടെയും നമുക്ക് ഏകദേശം 10,000-ത്തിൻ്റെ ആൾക്കാർ അവിടെ കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം അങ്ങനെ കൂടിയിട്ടുണ്ട്. സോ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോലീസിൻ്റെ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ വണ്ടികളും തിരിച്ചു പോകുമ്പോൾ നമ്മൾ പരമാവധി ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള റോഡിലുള്ള പോലീസിൻ്റെ പ്രസൻസ് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ എടുക്കാൻ വന്നേട്ടോ. എറണാകുളത്ത് ഏത് ഷോപ്പിനെക്കാട്ടും ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സെന്റ് ഫിലോമിന സ്റ്റോഴ്സ്. വിശ്വാസ്യതയോടെ നമുക്ക് ഫോണുകൾ എടുക്കുന്നതിന് കൂടെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ്. നമുക്കിവിടെ സർവീസും അവൈലബിൾ ആണ്.